സദസ്സിന് നമസ്കാരം. നമ്മളിവിടെ കേരളീയത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂടിയിരിക്കുന്ന ഈ ചെറിയൊരു പരിപാടിയിലേക്ക് ആദ്യമായി എന്താണ് കേരളീയം യെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ രാജേശ്വരി ക്ഷണിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓഡിയൻസ് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്. ആദ്യമായി എല്ലാവരും അവരുടെ മൊബൈൽ ഫോൺസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. പ്ലീസ്, മൊബൈൽ ഫോൺസ് കൊണ്ടുവന്നവരുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കണം. പരിപാടിയുടെ ഉടനീളം അത് ഓൺ ആവരുത്. ഇതൊരു അപേക്ഷയാണ്. അടുത്തത് കേരളത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ രാജേശ്വരിയെ ക്ഷണിച്ചുകൊള്ളു. ലോകത്തിന്റെ ആത്മനൊമ്പരങ്ങളും ഹൃദയവിഹുലതകളും അതിനൊപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങളും പങ്കുവയ്ക്കുവാനുള്ള നിരവധികൾ ഈ മണലാരണ്യങ്ങളിലുണ്ട്. എന്നാൽ മലയാളത്തിന്റെ തനിമയും കേരഭൂമിയുടെ സിരകളിലൂടെ ഓടുന്ന ധീരദേശാഭിമാനത്തിന്റെ മഹിമയും അതിനൊപ്പം കവി പാടിയ ഭാരതത്തിന്റെ ആർഷമൂല്യങ്ങളിൽ അഭിമാനപൂരിതമായൊരു അന്തരംഗവും ഉള്ള സഹൃദയരായ ഒരു കൂട്ടം മനുഷ്യ സ്നേഹികളുടെ സംഗമ കേന്ദ്രമാണ് കേരളീയം എന്ന ഈ സാമൂഹ്യ സാംസ്കാരിക സംഘടന. ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളില്ലാത്ത എന്നാൽ മഹത്തായ ഭാരത പാരമ്പര്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നവരുടെ ഒരു കൂട്ടായ്മ. പ്രവാസ ഭൂമിയിൽ തൊഴിൽ തേടി എത്തിയവരായ പലരും പ്രാദേശികമായും രാഷ്ട്രീയമായും സാമുദായികമായും സംഘടിച്ചു തുടങ്ങിയിട്ട് ദശാബ്ദങ്ങൾ പിന്നിട്ടെങ്കിലും ഭാരത സംസ്കാരത്തിനും കൈരളിയുടെ തനിമയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന കൂട്ടായ്മകൾക്ക് എന്തുകൊണ്ടോ ഈ മണ്ണിൽ വളക്കുറ ഉണ്ടായില്ല. അതിന് പരിഹാരമായാണ് കേരളീയം അല്പം വൈകിയാണെങ്കിലും ചേരിൽ നിന്നുയർന്ന ചെന്താമരയായി വിടർന്നു വന്നത്. വസുദൈവ കുടുംബകം എന്ന ചിന്താധാരയിൽ അടിയുറച്ചു നിന്ന് യോഗക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഒരു കൂട്ടം കേരളീയത്തിന് കായബലമായി പ്രവർത്തിക്കുന്നു. മൂല്യങ്ങൾ വിട്ടൊഴിഞ്ഞ വർത്തമാനകാല സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു തിരുത്തൽ ശക്തിയായും മാതൃകയായും പ്രവർത്തിക്കാനാണ് കേരളീയം മുന്നിട്ടിറങ്ങുന്നത്. ഭാരതവും UAE തമ്മിലുള്ള ബന്ധം ശക്തി ആർജിക്കുകയും അതുമൂലമുണ്ടാകുന്ന നേട്ടങ്ങൾ പ്രവാസികൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് കേരളീയം ഉറച്ചു വിശ്വസിക്കുന്നു. ശക്തി ആർജിച്ച ഈ ബന്ധം പ്രവാസികൾക്ക് ക്ഷേമവും വികസനവും നൽകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് കേരളീയത്തിന്റെ ഈ മൂലധനം. അസംഘടിതരായ ഒരു സമൂഹത്തെ ഉണർത്തി അവരെ ഭാരതത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന കർത്തവ്യവും കേരളീയം ഏറ്റെടുത്തിരിക്കുന്നു. പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങളിലും കേരളീയം സജീവമായി ഇടപെടുകയും പ്രശ്നപരിഹാരം ലഭ്യമാക്കുകയും ചെയ്യുന്നത് തുടരുകയാണ്. ഇതിനായി കേരളീയത്തിനു വേണ്ടി തളരാതെ പ്രവർത്തിക്കുന്ന പോരാട്ട വീരമുള്ള അവരുടെ അർപ്പണവും പ്രതിബദ്ധതയുമാണ് കേരളീയത്തിന്റെ ഏറ്റവും വലിയ ശക്തി. എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ കേരളീയത്തിന് വേണ്ടത് അനുഗ്രഹാശിസ്സുകളാണ്. ഇത് നിർലോഭം ഉണ്ടാകാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി രാജേശ്വരിജി. അടുത്തത് നമ്മുടെ പൈതൃകാചാര്യൻ ഇവിടെ വന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് ചന്ദ്രിമ വർമ്മ രണ്ട് കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാം ചന്ദ്രിക്ക് എന്താ പറയുന്നത്. പ്ലീസ് ചന്ദ്രിമ. Today we'll be having a lecture on life management with the traditional rituals. The problem with holistic management is it is so profoundly simple, but it's not easy. But when it is told by a person like Dr. N. Gopalakrishnan, it becomes very easy for us. Let me introduce Dr. N. Gopalakrishnan ji. Dr. N. Gopalakrishnan was a senior scientist from 1982 for 25 years in CSIR. He was a visiting scientist in many universities abroad, like University of Alberta in Canada, and visiting scientist in National Sanskrit University in Tirupati, and director of the Indian Institute of Scientific Heritage. He has written 50 research papers in national and international scientific journals. He has written 110 books
in Hindu Dharma, Vedas, spirituality, yoga, etc. in Malayalam and English. He has also written 125 books in English and Malayalam, both scientific and cultural. He delivered lectures in academic and spiritual institutions in over 40 countries. He was invited for giving lectures in a large number of universities such as University of Manitoba in Canada, IIT of Bombay, Chennai, Guwahati, IIM of Bangalore, etc. He has won 9 national and international level awards from the S&T Scientific Societies, 6 patents in science and technology, 13 awards for science and culture popularization, etc. Thank you. അടുത്തത് ഭാരതാമയെ വന്ദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ശ്രേയസ് നായരെ ക്ഷണിക്കുന്നു. ശതശതവന്ദനം ഋഷിനാടേ സുഖദേ ശുഭദേ ജയദേ ജനമനഹിത ശുഭവരദേ ശതശതവന്ദനം ഋഷിനാടേ ധർമ്മഗ്ലാനിവരുത്താനായി അസുരത താണ്ഡവമാടുമ്പോൾ യുഗസാരഥിതൻ ശങ്കുലിയാൽ ധർമ്മം വാഴ്ത്തിയ പ്രിയനാടേ ശതശതവന്ദനം ഋഷിനാടേ നിൻപാദം കണികാൺമാനായി നിൻകാൽ പൂമ്പൊടിയണിയാനായി ദിവ്യേസുരവരരക്ഷമരായി നിൽപ്പൂ നടയിൽ യുഗയുഗമായി പുല്ലായെങ്കിലും ഈ മണ്ണിൽ പുലരാൻ പുണ്യമുദിച്ചെങ്കിൽ ജീവൻ സാർത്ഥകമായെന്നാൽ തപമവനരിഷം ചെയ്തില്ലേ ശതശതവന്ദനം ഋഷിനാടേ മമ ജന്മാന്തര സുകൃതത്താൽ മാതാവേ നിൻമടിയിൽ ഞാൻ വന്നു പിറന്നു മാനവനായി വന്ദേ തവ പദസേവകനായി വേണ്ട വേറൊരു മോക്ഷം മേ വേണ്ട പരമൊരു സ്വർഗം മേ മോക്ഷം നീയേ സ്വർഗം നീ അഭയേ അമലേ അമിതബലേ ശതശതവന്ദനം ഋഷിനാടേ സുഖദേ ശുഭദേ ജയദേ ജനമനഹിത ശുഭവരദേ ശതശതവന്ദനം ഋഷിനാടേ. കേരളീയം UAE ജനറൽ സെക്രട്ടറി ശ്രീ ദുർഗാദാസിനെ സ്വാഗതം പ്രസംഗിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പരിപാടിയുടെ ഔപചാരികത എന്ന നിലയിൽ എല്ലാ കേരളീയം കുടുംബാംഗങ്ങൾക്കും ഭാരത സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കേരളീയം UAE കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പ്രത്യേകിച്ച് സദസ്സിൽ വന്ന മറ്റു വ്യക്തികളെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നതായി കേരളീയം UAE വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രപ്രകാശ് ജിയെ ക്ഷണിക്കുന്നു. ഐ പ്ലീസ് ഇൻവൈറ്റ് കോൺസിൽ ദീപ ജെയിൻ മാഡം ആൻഡ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ. I welcome
Dr. N. Gopalakrishnan to come to the stage. One little line. I welcome Dr. N. Gopalakrishnan here in the consulate. And it is my honor and a pleasure to listen to such a great person. And I'm looking forward to his speech in English tomorrow, which he has kindly agreed to give to our consulate staff. And I welcome all of you for this beautiful lecture under the Manthan series of the Consulate General of India. Please have a great evening, and I welcome you, Doctor, here. I know that most of the people are very eager to listen to Doctor, so I don't want to waste your time, and I again welcome Dr. Gopalakrishnan to start his lecture. Thank you. Most respected Miss Deepa Jain, Consul, Indian Embassy, all my dear brothers and sisters from Kerala UAE, and all my family members sitting in front of me, my pranams to each and every one of you. Even though I was spending about 5 minutes in the room of Srimati Deepa Jain, the highly inspiring, motivating, fantastic lines from her really was so fantastic. And having a great personality like that in Indian Embassy is something wonderful. My gratitude to her so much. Today I will be definitely speaking in Malayalam, but for some time with Malayalam and English is equal to Manglish, because she said she will be sitting here for half an hour and she wants to listen something about our heritage. Today I am delivering literally the 6th lecture, and the experience that I had for the last 2 days beyond the level of my imagination. I feel and I felt literally thrilled. എനിക്ക് വാക്കുകളൊന്നുമില്ല പറയാൻ ഈ 2 ദിവസത്തെ അനുഭവം. ഒരു സാധാരണക്കാരായ ഗോപാലകൃഷ്ണന് ലഭിക്കുന്നതിന് such a fantastic level of reception from you all. I would like to tell only one line. Never focus Dr. N. Gopalakrishnan. Focus only our motherland and our dharma, our culture. Our motherland, which survived for the last not less than 10,000 years. According to the modern archaeological evidence, right from BC 8275 plus AD 2015, 10,000 divided by 20, 500 generation. Our culture, our motherland could survive on the surface of the globe here for these many millennia.
And on a working day today, when we are organizing this program, this hall is full, not even a single chair empty. Almost equal number people are standing. So India is coming back. Our culture with all the energy is penetrating into the mind of people. യേശുദാസ് പാടിയതുപോലെ അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും. പരമപവിത്രമായ ഭാരതത്തിന്റെ പരമപവിത്രമായ സംസ്കാരം പരമപവിത്രമായ മനസ്സുകളിലേക്ക് ഒഴുകിത്തിരിയുന്ന ഒരു കാലഘട്ടം. When Swami Vivekananda was asked the question in Michigan University by the American press people, Swami Vivekananda was asked by the press reporters, why you are coming to America? For spreading your religion, for spreading your philosophy, for spreading your black magic. America is a scientific and technological nation, and we do not want much spirituality and religion from outside. With a smiling face, Swami Vivekananda said, my dear friends, 20th century belongs to you people, whereas 21st century belongs to we Indians. 21st century belongs to we Indians. I am sure you might have seen that in the cricket stadium Dubai and world over. Yesterday in UN also, tomorrow in Silicon Valley also. If you could understand what I meant, it is good. Otherwise, forget it. So, remember that India is becoming one of the noblest, one of the glorious nation on the surface of the globe earth. And we Indians utilize all our knowledge, take out from the heritage, interpret, explain, narrate it so that they will be useful for the 21st century. കയ്യ് രണ്ടും രണ്ട് സൈഡിലേക്ക് നീട്ടിയാൽ, if you are stretching your hand on either side, remember that there is a 180 degree in front of you. 180 degree in front of you. നമ്മുടെ മുമ്പിൽ ഒരു 180 ഡിഗ്രി ഉണ്ട്. That is the knowledge accumulated for the last 1 century and a half. കഴിഞ്ഞ 150 വർഷത്തെ ആധുനിക ലോകത്തിലെ അറിവുകളാണ് ഈ 180 ഡിഗ്രിയിലുള്ളത്. There is another 180 degree behind you. ഒരു 180 ഡിഗ്രി പുറകിലുണ്ട്. That is the accumulated knowledge for the last not less than 10,000 years. കഴിഞ്ഞ 10,000 വർഷമായിട്ട് എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവത്തിന്റെ അടിസ്ഥാനത്തില് ഉമിഞ്ഞുകൂടിയ പൈതൃകമായ അറിവ്, our role, your role, and also the role of Indian ambassadors everywhere in the world is to integrate the modern knowledge and ancient knowledge. ആധുനികമായ എല്ലാ നന്മകളും പുരാതനമായ എല്ലാ നന്മകളും ഒരുമിച്ച് ചേർത്ത് submitted to the world. This is the Indian contribution to the world. A country with
ഭാവ രാഗ താളം. ഭാരതം. ഭാവരാഗ താളങ്ങളുള്ള ഒരു രാഷ്ട്രത്തില് every bit of knowledge existed. What we have to do addition, deletion, modification and correction, integrate it with modern knowledge. അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തി ആധുനികമായ നന്മകളും ചേർത്ത് സ്വർണ്ണ താമ്പാളത്തിൽ വെച്ച് സ്വീകരിക്കാൻ താല്പര്യമുള്ള വ്യക്തികളുടെ മുമ്പിൽ സമർപ്പിക്കുക. Just like Lord Krishna said to Arjuna, Divyam dadami te chakshu pasyame yogamaishwaryam. I am giving you, Sri Arjuna, the divine eyes. Look back the glorious picture. You will realize that India was great, India is great, and India will be great. അതാണ് ഭാരതം. ആ ഭാരതത്തിന്റെ മക്കളായി ജനിക്കാൻ we have the opportunity, we got the opportunity, and we are lucky enough to get our birth as Indian. And my request to everyone, let whatever may be your religion, or whether you are leftist, rightist or middle eastern, don't worry about it. We 127.43 crore people in India are the beloved children of Bharat Mata, and we are the inheritors of her glorious positives. If negatives are there, that also we are the inheritors of that. Our ultimate aim, our ultimate goal, our ultimate pathway should be നമ്മുടെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യവും മാർഗവും learn that, teach that, preach that, work for that. Any negatives happened, act and react looking where you are standing. പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ പ്രതികരിക്കാം. ധന്യമായ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ സന്തോഷമുണ്ട്. കുറച്ച് കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞത് മാഡത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പതുക്കെ മലയാളത്തിലേക്ക് പോവാണ്. ഐ ആം സ്ലോലി ഡ്രിഫ്റ്റിംഗ് ടു മലയാളം ആൻഡ് ഷുവർലി. വിയറ്റ്നാം കോളനി സിനിമ കാണാനിരിക്കുന്ന മാതിരി ഇരുന്നാ മതി. ഈ മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞത് ഏതാണ്ട് ഒരു വലിയ ഇൻസ്ട്രക്ഷൻ മാതിരിയാ. അത് ഓഫ് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല. സിറ്റ് ലിഷർലി, ലിഷർലി അറിഞ്ഞുകൊണ്ട് പറയാം. എന്നാലും ലിഷർലി ഇരിക്കാൻ പറ്റണില്ലെങ്കിൽ നന്ദനം എന്ന സിനിമയിലെ കുമ്പിടിയെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ലിഷർലി ഇരിക്കാൻ സാധിക്കും. Now, what is meant by integrating the old knowledge and the modern knowledge? യഥാർത്ഥത്തില് ഭാരതത്തിലെ അറിവെന്ന് പറയുന്നത് അത് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നോളജാണ്. ആ അറിവില് നമ്മൾ എന്നും ഫോക്കസ് ചെയ്തത്, ഞാൻ മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നും ഫോക്കസ് ചെയ്തത്, ഏത് മാനേജ്മെന്റ് അറിവും അത് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ആയിരിക്കണം. ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സിന്
ആ വ്യക്തിയുടെ ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ഒരു സ്റ്റെപ്പും കൂടി കിടക്കുകയാണെങ്കിൽ ലോകത്തിന്. മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ. If you are entering to the last point, to the world. ഈ 7 കാര്യങ്ങൾക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്, നന്മ വരുത്തുന്ന വിധത്തിലുള്ള മാനേജ്മെന്റിനാണ് യഥാർത്ഥത്തില് ഭാരതം ജന്മം നൽകിയത്. ഭാരതം എന്ന രാഷ്ട്രം സമഗ്രമായ വീക്ഷണം വെച്ച് പുലർത്തിയതാണ്. നിങ്ങളിൽ എല്ലാവർക്കും അറിയാം, ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാം. എന്നിട്ട് നമ്മൾ പറഞ്ഞു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എന്താ ഇതിന്റെ അർത്ഥം? സർവേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും സുഖമായിരിക്കട്ടെ എന്നല്ല, എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കട്ടെ, എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ, ദുഃഖിക്കുന്നവരായിട്ട് ആരും ഉണ്ടാകാതിരിക്കട്ടെ. അതാണ് യഥാർത്ഥത്തിലെ മാനേജ്മെന്റ്. അതാണ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ്. ആ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റിലാണ് നമ്മൾ ആദ്യം പറഞ്ഞത് മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോവുക. ഭാരതം എന്നും പറഞ്ഞത് അത് തന്നെയാണ്. ലോകത്തിൽ 117 സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു അത്രേ. അതിൽ പ്രോമിനന്റ് ആയിട്ടുള്ളത് മെസോപ്പൊട്ടേമിയ, ബാബിലോണിയ, ഗ്രീക്ക്, റോം, ഈജിപ്ത് ആൻഡ് സോ ഓൺ. അവരെല്ലാം എക്സ്റ്റേണൽ ഡെവലപ്മെന്റിനാണ് ഫോക്കസ് കൊടുത്തത്. ഭാരതം മാത്രം ഇന്റേണൽ ഡെവലപ്മെന്റിനാണ് ഫോക്കസ് കൊടുത്തത്. മനസ്സിനകത്ത് മാറ്റമുണ്ടായാൽ ചിന്തകളിൽ മാറ്റം ഉണ്ടാവും. ചിന്തകളിൽ മാറ്റമുണ്ടായാൽ പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവും. പ്രവൃത്തിയിൽ മാറ്റമുണ്ടായാൽ പ്രവൃത്തിയുടെ ബലത്തിലും പ്രതിഫലത്തിലും മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഭാരതത്തിലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളില് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമ്മുടെ മുമ്പിൽ തന്നപ്പോൾ 5 വാക്കുകളിലാണ് അവർ ഫോക്കസ് ചെയ്തത്. ഒന്ന് മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. 5 വാക്കുകൾ. ഈ വാക്കുകൾ എന്റെ മുമ്പിലുള്ളവർ ഓർമ്മിക്കണം. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സ്, മനസ്സിൽ നിന്ന് ചിന്തകള്, ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, കർമ്മങ്ങള്, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മബലം, കർമ്മബലത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മത്തിന്റെ പ്രതിഫലം. 5 വാക്കുകൾ. ആ മനസ്സാണ് ഈ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള വികാര വിചാരങ്ങൾക്കും ആധാരമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ മാനേജ്മെന്റ് അത് എന്റെ ശരീരത്തെ, എന്റെ ജീവിതത്തെ, എന്നെ ഞാൻ മാനേജ് ചെയ്യുകയാണെങ്കിലും
എന്റെ ഭാര്യ, എന്റെ മക്കള് അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാരടങ്ങുന്ന കുടുംബത്തെ ഞാൻ മാനേജ് ചെയ്യുകയാണെങ്കിലും, എന്റെ സംസ്കാരത്തെ മാനേജ് ചെയ്യുകയാണെങ്കിലും, എന്റെ സമൂഹത്തെ മാനേജ് ചെയ്യുകയാണെങ്കിലും, എന്റെ രാഷ്ട്രത്തെയും ലോകത്തിലെ ഏതിനെയും മാനേജ് ചെയ്യുകയാണെങ്കിലും, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് മൈൻഡ്. മനസ്സിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ചിലപ്പോ ചില സന്യാസിമാര് പറയാറുണ്ട്, എല്ലാം ഒരു തോന്നലാണ്. നിങ്ങൾ വിശ്വസിക്കോ? അത് ഉത്തരം പറയാതിരിക്കാൻ കാരണം എന്താ അറിയാമോ? അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയാത്തോണ്ടാ. നിങ്ങൾക്ക് വിശ്വസിച്ചേ മതിയാവും. കേരളത്തിലുള്ളവരാണെങ്കിൽ ഇന്ന് ചോദിച്ചൊന്ന് വിചാരിക്കുക, വേണാട് എക്സ്പ്രസ് എത്ര മണിക്കാ എറണാകുളത്തേക്ക് വരിക? 2:30 മണിക്കാണെന്ന് തോന്നുന്നു അല്ലെ? സാമ്പാർ എങ്ങനെയുണ്ട്? ഇത്തിരി ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു. കഴുത്തിലിട്ടിരിക്കുന്ന മാലയ്ക്ക് എത്ര രൂപയാ വില? 2-2.25 ലക്ഷം വരുമെന്ന് തോന്നുന്നു. ഗോപാലകൃഷ്ണൻ എംബസി ഹാളിൽ എന്താ സംസാരിക്കാൻ പോകുന്നത്? പൈതൃകത്തെ കുറിച്ച് എന്തോ ആണെന്ന് തോന്നുന്നു. അമ്മയും മക്കളും ഇരിക്കുമ്പോ അപ്പുറത്ത് കൂടെ ആരെങ്കിലും പോയാൽ മക്കൾ അമ്മയോട് ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ അച്ഛനാണെന്ന് തോന്നുന്നു. ഇങ്ങനെയല്ലേ നമ്മള് പറയാ? എല്ലാവരും തോന്നലാ. ആ തോന്നലിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ആ തോന്നലുണ്ടായത് മനസ്സിലാണ്. ആ മനസ്സ് നന്നായാൽ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകൾ നന്നായിരിക്കും. കടലിലെ വെള്ളം ചുമപ്പാണെങ്കിൽ ആ ചുമപ്പ് വെള്ളമുള്ള ഭാഗത്തിൽ നിന്ന് വരുന്ന തിരകളും ചുമന്നിരിക്കും. മനസ്സ് നന്നായാൽ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകള് നന്നായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികര് പറഞ്ഞത്, മനസ്സിനെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഭാരതം എന്ന രാഷ്ട്രം 10,000 വർഷമായിട്ട് ജീവിച്ചത് ഈ 3 ശാന്തി മന്ത്രങ്ങളിലാണ്. 3 ശാന്തി മന്ത്രങ്ങളില്. ഒന്ന്, എന്റെ മനസ്സിനെ, എന്റെ ശരീരത്തെ, എന്റെ കുടുംബ ബന്ധത്തെ, എന്റെ സാംസ്കാരിക മൂല്യങ്ങളെ, എന്റെ സമൂഹത്തെ, എന്റെ രാഷ്ട്രത്തെ, ലോകത്തെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോകണമെന്ന ആ പ്രാർത്ഥനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെന്റ് പ്രാർത്ഥന. അത് ഇന്ന് നമുക്ക് ജീവിതത്തില്, നിങ്ങൾക്ക് എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് I+U = V നമുക്കിന്ന് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാല് ആ ജീവിതം ധന്യമാകാതിരിക്കില്ല. അതുകൊണ്ട് ഓർമ്മിക്കാം, ഈ ലോകത്തിലെ വാശിയും പകയും വിദ്വേഷവും അസൂയയും കുശുമ്പും കുനിഷ്ടും പരദൂഷണവും പാരവെപ്പും കാലുവാരലും അഹങ്കാരവും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നില്ലേ? ഇതിനൊന്നിനും ഇംഗ്ലീഷിൽ വാക്കില്ല. എല്ലാം വിളിച്ചൊക്കെ 1-2 ഉണ്ട്. അവർക്കത് ഇല്ലാത്തത് കൊണ്ടാണോ ഉള്ളത് അവർക്ക് തന്നെ അറിയാത്തത് കൊണ്ടാണോ? ഏതായാലും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഈ 10 മനസ്സിലുണ്ടെന്ന് നമുക്കറിയാം. എല്ലാം 2-3 അക്ഷരേ ഉള്ളൂ. നീട്ടി വലിച്ച് പറയുകയും വേണ്ട. അതിനെ കുറച്ചിട്ട് ആ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോ കുറേശ്ശെ സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, നിർഭയത്വം, ഇതൊന്ന് കുറേശ്ശെ കൂട്ടാൻ ശ്രമിക്കാം. എന്ത് രസമാണെന്നറിയാമോ ജീവിതത്തില്? ഇപ്പൊ നമുക്ക് പ്രോബ്ലം എന്താണെന്നറിയാമോ? അയാള് ശരിയല്ല എന്ന് പറയാൻ നമ്മൾ ജഡ്ജിയും, ഞാൻ ശരിയാണെന്ന് വാദിക്കാൻ നമ്മൾ അഡ്വക്കേറ്റുമാണ്. അയാള് ശരിയല്ലെന്ന് പറയാൻ നമ്മൾ ജഡ്ജിയും, ഞാൻ ശരിയാണെന്ന് പറയാൻ നമ്മള് അഡ്വക്കേറ്റുമാണ്.
നമ്മൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ധന്യമാക്കാൻ സാധിക്കുമോ അവിടെ എല്ലാം മനസ്സിനെ റിഫ്രഷ് ചെയ്യാം. ശരിക്കും സംസ്കൃതത്തില് മനഃ എന്ന വാക്ക്, ഹിന്ദിയില് മൻ എന്ന വാക്ക്, അതിന്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് MAN. ആ MAN-ൽ നിന്നാണ് മാനേജ്, മാനേജർ, മാനേജിംഗ്, മാനേജ്മെന്റ്, മാനേജ്മെന്റ് സയൻസ്, മാനേജ്മെന്റ് ടെക്നോളജി എല്ലാ വാക്കും ഉണ്ടായി MAN എന്ന പ്രിഫിക്സിലൂടെയാണ്. അപ്പോ നമ്മൾ ചിലപ്പോ പറയാറില്ലേ, I am managing the space available for me. I am managing the light available for me. Somehow I am managing with my wife. Somehow I am managing with my husband. എല്ലാം നമ്മൾ മാനേജ് ചെയ്യാം. ഏതാണ്ട് 85 വയസ്സ് വരെ ജീവിക്കുന്ന നമ്മള്, 28,000 ദിവസത്തോളം ജീവിക്കുന്ന നമ്മള്, ആ കാലയളവില് 60 ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മള്, ഒരു ദിവസം 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മള് ഓർമ്മിക്കണം, every breath is taking you towards graveyard. ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോ സമയമാം രഥത്തിൽ നാം സ്വർഗാണോ ശ്മശാന യാത്ര ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യത കേരളീയർക്ക് കുറവാ. കാരണം അവിടെ 141 കസേരയേ ഉള്ളൂ. അത് തിരുവനന്തപുരത്ത് ആക്കണ്ട. അതുകൊണ്ട് സമയമാം രഥത്തിൽ നാം ശ്മശാന യാത്ര ചെയ്യുമ്പോ മനസ്സിനെ ഓർമ്മിപ്പിക്കുക. ലാസ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ, നെക്സ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ ഓൾസോ വി വിൽ നോട്ട് ബി ഹിയർ. ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ. ബ്രയൻ വൈസ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ എഴുതിയ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകവും മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകവും സൈക്കാട്രി പ്രൊഫസർ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയില് 2006 എഴുതി 70 മില്യൺ കോപ്പികള് ഒറ്റ വർഷം കൊണ്ട് ചെലവായ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകവും മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകവും, അതിന്റെ മലയാളം വിവർത്തനം DC ബുക്സിൽ അവൈലബിൾ ആണ്. അതനുസരിച്ച് BC 3140 ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വരി, ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ പുനർജന്മമുണ്ട്. ആ ജീവിതത്തില് ജനന മരണങ്ങൾക്കിടയ്ക്ക് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിന്റെ സ്റ്റാറ്റസ് ആണ്. ആ മനസ്സ് നന്മയിലേക്ക് കൊണ്ടുപോയാൽ ഉറപ്പിച്ചു പറയാം, ചിന്തകൾ നന്നാവും, കർമ്മം നന്നാവും, കർമ്മഫലം നന്നാവും, കർമ്മത്തിന്റെ പ്രതിഫലം നന്നാവും. അതുകൊണ്ട് മനസ്സിനെ ഓർമ്മിപ്പിക്കുക. ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി, അത് ബൈഹാർട്ട് പഠിക്കണം. ഓരോരുത്തരും പഠിക്കണം. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയില് ഒരെണ്ണം, കൂടുതൽ ഞാൻ പറയുന്നില്ല, ഒരെണ്ണം അത് തലയ്ക്കകത്ത് ഉണ്ടാവണം, മനസ്സിനകത്ത് ഉണ്ടാവണം. 4 വരിയേ ഉള്ളൂ അതില്. അത് 4 സന്ദേശമാണ്. അത് ഒരിക്കൽ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾ തളരില്ല, തകരില്ല, വരളില്ല, വളരും, ഉയരും, ഉണരും. 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി ഓർക്കാൻ വിഷമമാണെങ്കിൽ എളുപ്പ വഴിയില്ല. മോദിയുടെ ഇപ്പോഴത്തെ വയസ്സതാണ് 65. അപ്പൊ ഓർമ്മിക്കാം, ബുദ്ധരേത് ആത്മനാത്മാനം. അവനവനെ അവനവൻ ഉയർത്തുക, അവനവനെ അവനവൻ വളർത്തുക, അവനവനെ അവനവൻ ഉണർത്തുക, അവനവന്റെ കുടുംബത്തെയും